സംസ്ഥാനത്ത് പ്രിയദർശിനി പദ്ധതിയിലൂടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ച് വലിയ കയ്യടി നേടിയ ഭരണകൂടമാണ് വി.ഡി. സതീശൻ സർക്കാർ. സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഇതൊരു വിപ്ലവകരമായ ചുവടുവെപ്പായി മാറിയതിൽ തർക്കമില്ല. ബഡ്ജറ്റിൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTCയുടെ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചിട്ടുണ്ട്. ഇതിലേക്കുള്ള ചെലവുകൾക്കായി 600 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ ഭരണത്തിന്റെ തിളക്കത്തിനിടയിലും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള മറ്റൊരു വിഭാഗത്തിന്റെ ദീനരോധനം സർക്കാർ കേൾക്കാതെ പോവുകയാണോ എന്ന ചോദ്യം ഇപ്പോൾ ശക്തമാവുകയാണ്. കേരളത്തിന്റെ തെരുവുകളിൽ വെയിലിലും മഴയുമേറ്റ് ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട വിൽപ്പനക്കാരുടെ, പ്രത്യേകിച്ച് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെയും വയോധികരുടെയും ജീവിതം ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ്. ദിവസവും വഴിയോരങ്ങളിൽ കഠിനാധ്വാനം ചെയ്ത് ജീവിതം മുന്നോട്ടു പോകുന്ന ആയിരക്കണക്കിന് ലോട്ടറി വിൽപ്പനക്കാരാണ് സംസ്ഥാനത്തുള്ളത്. ഇവരിൽ പലരും വയോധികരും ശാരീരിക വൈകല്യമുള്ളവരുമാണ്. സ്ഥിരമായ വരുമാനമോ മറ്റ് സഹായങ്ങളോ ഇല്ലാതെ ലോട്ടറി വിൽപ്പന മാത്രമാണ് അവരുടെ ഏക ആശ്രയം. ദിവസവും ചെറിയ ലാഭം മാത്രം ലഭിക്കുന്ന ഈ തൊഴിൽ വഴി കുടുംബ ചെലവുകൾ നിറവേറ്റുന്നത് തന്നെ വലിയ വെല്ലുവിളിയാണ്. ഇത്തരം സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചപ്പോൾ തന്നെ സമാനമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ലോട്ടറി വിൽപ്പനക്കാരെ സർക്കാർ പരിഗണിച്ചില്ലെന്ന വിമർശനം ശക്തമാകുന്നു. സ്ത്രീകൾക്ക് സൗജന്യം നൽകുന്നത് സ്വാഗതാർഹമാണ്, പക്ഷെ ജീവിക്കാൻ പോലും പോരാടുന്ന ഞങ്ങളെ ആരാണ് കാണുന്നത് എന്നാണ് നിരവധി ലോട്ടറി വിൽപ്പനക്കാരുടെ വേദനയോടെയുള്ള പ്രതികരണം. കഴിഞ്ഞ 1.5 മാസത്തിനിടെ മാത്രം കേരളത്തിൽ വിറ്റുപോകാതെ ബാക്കിയായത് ഏതാണ്ട് 150 കോടി രൂപയുടെ ലോട്ടറി ടിക്കറ്റുകളാണ്. ഈ ഭീമമായ തുകയുടെ നഷ്ടം വന്നു ചേരുന്നത് ലോട്ടറി വകുപ്പിന്റെ തലയിലല്ല, മറിച്ച് ദിവസേന ടിക്കറ്റ് വാങ്ങി തെരുവുതോറും നടന്ന് വിൽക്കുന്ന പാവപ്പെട്ട ഏജന്റുമാരുടെയും വിൽപ്പനക്കാരുടെയും തലയിലാണ്. പണ്ട് വിറ്റുപോകാത്ത ടിക്കറ്റുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ തിരികെ നൽകാൻ ഏജന്റുമാർക്ക് അവസരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ കർശനമായ നിയന്ത്രണങ്ങൾ കാരണം വിൽപ്പനക്കാർക്ക് ടിക്കറ്റുകൾ തിരികെ നൽകാൻ സാധിക്കുന്നില്ല. ഫലമായി ഭാഗ്യം തേടി ആളുകൾ വരാത്ത ടിക്കറ്റുകളെല്ലാം വിൽപ്പനക്കാർ സ്വന്തം കയ്യിലെ പണം നഷ്ടപ്പെടുത്തി മാറ്റിവെക്കേണ്ടി വരുന്നു. ഒരു ദിവസം ടിക്കറ്റ് വിറ്റുപോയില്ലെങ്കിൽ പിറ്റേ ദിവസത്തെ ടിക്കറ്റ് എടുക്കാൻ ഇവരുടെ കയ്യിൽ പണമില്ലാതാകും. ലോട്ടറി വിപണിയെയും പാവപ്പെട്ട വിൽപ്പനക്കാരെയും അടുത്തറിയാവുന്ന ആർക്കും ഇന്നത്തെ ബഡ്ജറ്റ് വലിയൊരു നിരാശയാണ് സമ്മാനിച്ചത്. 1.5 മാസത്തിനിടെ വിറ്റുപോകാതെ കുന്നുകൂടിയ 150 കോടിയോളം രൂപയുടെ ടിക്കറ്റുകൾ ഉണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാൻ വ്യക്തമായൊരു പദ്ധതിയും ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതായി കണ്ടില്ല. ഒരു വശത്ത് വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ മറുപുറത്ത് ജീവിതത്തോട് പോരാടുന്ന ലോട്ടറി തൊഴിലാളികളുടെ കണ്ണീര് കാണാതെ പോകരുത്. പ്രിയദർശിനിയിലൂടെ സ്ത്രീകളുടെ യാത്ര എളുപ്പമാക്കിയ സർക്കാർ തെരുവിൽ ജീവിതയാത്രയ്ക്കായി കഷ്ടപ്പെടുന്ന ഈ പാവങ്ങളെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ഭരണം പൂർണ്ണമാകുന്നത്.